നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ CPM-ന്റെയും LDF-ന്റെയും ഒക്കെ വലിയ PR വർക്കുകൾ നടക്കുകയാണ്. പല PR വർക്കുകളും ചീറ്റിപ്പോയി, എന്നാലും ചില PR വർക്കുകളൊക്കെ ഇപ്പോഴും വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ചില വാചകങ്ങളാണ്. സമൂഹ മാധ്യമത്തിൽ അതിന്റെ പോസ്റ്ററും വാചകങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കൂടെയുണ്ട്. ഞാൻ ആ സമൂഹ മാധ്യമത്തിൽ വന്ന ഈ പോസ്റ്റർ, അതിലെ ചില വാക്കുകളൊന്ന് വായിക്കാം. ഓഖി, നിപ, മഹാപ്രളയം, കോവിഡ്, ഉരുൾപൊട്ടൽ, ദുരിതകാലങ്ങളിൽ ഒപ്പം നിൽക്കുന്ന സർക്കാർ. സാധ്യമാണ് എല്ലാം. ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ. ഈ ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഭൂഗർഭ ബോംബാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ DYFI-കാരെയും CPM-കാരെയും നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. ജൂൺ 1 എല്ലാം റെഡി. ഈ പുസ്തകങ്ങളുടെ കാര്യമാണ്. പുസ്തക വിതരണം വിദ്യാഭ്യാസ മേഖലയുടെ എന്തായാലും വളരെ ശക്തമായി പോയി. ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ പറയുകയും വേണ്ട. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അടിച്ചിറക്കിക്കൊണ്ടാണ് ഇവിടെ ഈ പരിപാടികൾ പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല, കാമ്പുമില്ല എന്നുള്ള കാര്യം ഈ എഴുതി വിടുന്നവർക്കും അറിയാം. ഇവിടെ PR വർക്ക് കൊണ്ട് മാത്രം നിലനിന്നു പോന്ന ഈ രണ്ട് അവസരങ്ങളിലും നിലനിന്നു പോന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ, അല്ലെങ്കിൽ പിണറായി സർക്കാർ. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത കണക്കുകൾ അവതരിപ്പിച്ച്, ഇപ്പൊ P. രാജീവ് പറയുന്നത് കേട്ടാൽ 700 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. 740 കോടി. എന്നാൽ അതിന്റെ കണക്ക് ചോദിച്ചാൽ കൃത്യമായ ഒരു കണക്ക് P. രാജീവിന് പറയാനില്ല. വ്യവസായ മന്ത്രിക്ക് ഒന്നും പറയാനില്ല. ഇവിടെ ആരോഗ്യ കേരളം നമ്പർ 1 കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടും. കൊച്ചു കുഞ്ഞിന്റെ കൈ ഓപ്പറേറ്റ് ചെയ്ത് അത് പ്ലാസ്റ്റർ ഇട്ട് പഴുത്ത് അത് ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഇത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. എന്തെല്ലാം സംഭവിക്കുന്നു. പൊതു ആരോഗ്യ രംഗത്ത് സംഭവിക്കാത്ത ബുദ്ധിമുട്ടുകളില്ല ജനങ്ങൾക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പിള്ളേര് കളിയായി മാറിക്കൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിറ്റി, ഉന്നത വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ സഖാക്കൾ കയറി ഇറങ്ങി നിരങ്ങുകയാണ്. അധ്യാപകരെ ചീത്ത വിളിക്കുകയാണ്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ജനവിരുദ്ധമായിട്ട് നടന്നിട്ട്, നാടിന് വിരുദ്ധമായിട്ട് നടന്നിട്ട് ഇങ്ങനെ പോസ്റ്റർ അച്ചടിച്ചിറക്കാൻ നാണമില്ലേ? പച്ചക്കള്ളങ്ങൾ, നട്ടാൽ കിളിർക്കാത്ത നുണകൾ അച്ചടിച്ച് വിടാനും ജനങ്ങളെ പറ്റിക്കാനും നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഈ സർക്കാരിന്റെ PR ഏജൻസിയോട്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ആരുമാകട്ടെ, നികേഷ് കുമാറോ ആരുമാകട്ടെ, അവരോട് ചോദിച്ചു പോവുകയാണ്. നമ്മുടെ ഗതികേട് കൊണ്ട് ചോദിക്കുകയാണ്. ഒന്നുമില്ലാതെ ഇവിടെ ജനങ്ങൾ 2 ടേൺ 10 കൊല്ലത്തോളം കിടന്ന് നട്ടം തിരിഞ്ഞു. ഇപ്പോഴും ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള DA എവിടെ എന്ന് ചോദിക്കുന്നു. ഇലക്ഷൻ അടുക്കുമ്പോൾ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും. അതും കുറെ നടത്തി, കുറെ ചീറ്റിയും പോയി. ഉദ്ദേശിച്ചൊന്നും പലതും നടന്നില്ല. എന്നിട്ട് PR വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടിനീള പോസ്റ്ററുകളാണ്. അതുപോലെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. ഈ PR വർക്ക് എന്ന് പറഞ്ഞ പരിപാടി, പബ്ലിക് റിലേഷൻസ് വർക്ക് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്തേനെ? എങ്ങനെ കള്ളം പറഞ്ഞു? പക്ഷേ ഓർക്കുക, ജനങ്ങളെ എല്ലാ കാലവും മണ്ടന്മാരാക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ, ഒരു ഞൊടിയിടയിൽ കിട്ടും. അത് കൃത്യമായി അറിയാനുള്ള ആ ഒരു ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് ജനങ്ങളുടെ കയ്യിലുണ്ട്. അവരെല്ലാം അറിയും. PR വർക്ക് നടത്തി അതിന്റെ പൈസ കൂടി, അത് നമ്മുടെ പൈസയാണ്, ജനങ്ങളുടെ പൈസയാണ്. ആ പൈസ കൂടി ഇങ്ങനെ ചെലവഴിച്ച് പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിച്ച് നിങ്ങൾക്ക് എത്ര കാലം കഴിയാൻ പറ്റും? എന്തായാലും ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും ജനങ്ങൾ നിങ്ങൾക്ക് തരാതിരിക്കില്ല. കാരണം ഏറ്റവും വലുത് ജനങ്ങളാണ്, നാടാണ്. അതാദ്യം മനസ്സിലാക്കുക. PR വർക്കും സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും സ്ഥാനാർത്ഥികളാക്കലും ആവശ്യമില്ലാത്തവരെ, തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ വെട്ടിനിരത്തലും അതൊക്കെ പാർട്ടിയുടെ കാര്യം. പക്ഷേ ജനങ്ങളോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും ക്രൂരതയ്ക്കും ജനങ്ങൾ മറുപടി തരാതിരിക്കില്ല.